സോ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ക്യാപിറ്റൽ. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് ഒരു 40 lakhs ആണെന്നിരിക്കും. ഒരു 5 yearsോ 3 years 10 years എനി ഇയേഴ്സിനിടയിൽ നമ്മളത് സെൽ ഓഫ് ചെയ്തത് ലെറ്റ്സ് സേ 80 lakhs. ഈ 40യും ഈ 80യും തമ്മിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിഫറൻസ് ആണ് ഇതിന്റെ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്. അതിന് മുകളിൽ വരുന്ന ടാക്സേഷനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ഇതിന് അത്യാവശ്യം ഡിഡക്ഷൻസും എക്സംഷൻസും ഓഫർ ചെയ്തിട്ടുണ്ട്. സോ ക്യാപിറ്റൽ ഗെയിനിൽ 2 സെക്ഷൻ ഉണ്ട് ബേസിക്കലി. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ അസെറ്റ് ലെറ്റ്സ് സേ പ്രോപ്പർട്ടി നമ്മൾ 2 yearsനുള്ളിൽ വാങ്ങിച്ചതിന്റെ 2 yearsനുള്ളിൽ സെൽ ഓഫ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നത് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും 2 years കഴിഞ്ഞ് സെൽ ചെയ്ത് ഉണ്ടാക്കിയ പ്രോഫിറ്റ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാറ്റഗറിയിലും വരും. ഇത് എന്നോട് കസ്റ്റമേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് നിങ്ങൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ടൈം ലൈൻ നമുക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്ന് അവർ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2020 നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പൊസഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടുന്നത് 2023 നിങ്ങളുടെ ആ 2023 ആയിരിക്കും നമ്മൾ ഫ്രോം ദ ഡേറ്റ് ഓഫ് സെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മുടെ അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന എൻറ്റയർ ടൈം ഫ്രെയിം അവർ ക്യാപിറ്റൽ ഗെയിനിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടൈം ലൈൻ ആയിട്ട് അതിനെ കാണുന്നില്ല. നമ്മൾ കാൽക്കുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേമിന്റെയും ലോങ് ടേമിന്റെയും കാൽക്കുലേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർട്ടൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ചാർജസ്, അക്വിസിഷൻ കോസ്റ്റ്, ബ്രോക്കർ ചാർജസ്, പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ പ്രോപ്പർട്ടിയുടെ എന്തെങ്കിലും ഇന്റീരിയർ വർക്കോ എന്തെങ്കിലും എക്സ്പെൻസസോ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്ട് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് ആണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പാർട്ട് എന്ന് പറയുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കുറെ വർഷങ്ങൾക്ക് ശേഷം സെൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻഫ്ലേഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻഡെക്സ് ചാർട്ട് ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസിക്കലി 2001 തൊട്ടിട്ടുള്ളൊരു എൻറ്റയർ ചാർട്ടാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതിന് ഓരോ ഇൻഡെക്സ്ഡ് വാല്യൂ ഫോർ എവറി ഇയർ ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡെക്സ്ഡ് വാല്യൂയുടെ ബേസിസിൽ നമുക്ക് എത്ര പെർസെന്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്, ഏത് എമൗണ്ടിലാണ്, എന്താണ് അവർ കൺസിഡർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഞാൻ 2005-2006 ഒരു 25 lakhs ഒരു പ്രോപ്പർട്ടി വാങ്ങി. ഈ വാങ്ങിച്ച എമൗണ്ട് ഞാൻ 2024 സെൽ ഓഫ് ചെയ്യുന്നത് 75 lakhs. സോ ഇവിടെ ടെക്നിക്കലി എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 lakhs ആണ്. മിക്കവരും അവരുടെ ഒരു ഡിസ്കഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദാറ്റ് അവർ പറയുന്നത് ആ 50 lakhs ടാക്സേഷൻ ആണ് അവർ ചിന്തിക്കുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ആ 50 lakh പ്രോഫിറ്റ്. പക്ഷെ അതിന് നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റിന്റെ ഒരു കാൽക്കുലേഷൻ കൂടി ഇൻവോൾവ് ആണ്. അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ചാർട്ടിൽ നിങ്ങൾ 2001 തൊട്ടിട്ടുള്ള ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. ഞാൻ എടുത്ത എക്സാമ്പിളിൽ 2005-2006 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 117 ആണ്. 2024 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 317. ഇപ്പൊ ഞാൻ അതെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾ 25 lakhs പർച്ചേസ് ചെയ്ത എമൗണ്ട് ഇൻറ്റു 2024 ഇൻഡെക്സേഷൻ വാല്യൂ ദാറ്റ് ഇസ് 317 ഡിവൈഡഡ് ബൈ ഇൻഡെക്സ്ഡ് വാല്യൂ ഓഫ് ദ ഡേറ്റ് വെൻ യു പർച്ചേസ് 2005-2006. ആ എമൗണ്ടിൽ നമുക്ക് 170. സോ 25 lakhs ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ 170. ഇതിൽ നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ 67,73,504 ആണ്. ഈ വന്ന എമൗണ്ട് നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ് ദാറ്റ് ഇസ് 75 lakhs സെല്ല് ചെയ്ത പ്രൈസ് എന്ന് ഡിഡക്റ്റാ ചെയ്യേണ്ടത്. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 7,26,495 rupees ആണ്. നമുക്ക് ആക്ച്വലി ടാക്സേഷൻ ചെയ്യേണ്ട എമൗണ്ട് ഈ 7,26,495 സോ നമ്മൾ 50 lakhs നമ്മൾ ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടാണ് പല സ്ഥലങ്ങളിൽ ഡിസ്കഷൻ നടക്കുന്നത്. പക്ഷെ ആക്ച്വലി നമുക്ക് 7,26,000 ടാക്സേഷനിലാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ പേ ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ലോങ്ങർ ദ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടൈം ലൈൻ ഡിഫറൻസ് കാരണം നമുക്ക് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയും കുറവായിരിക്കും.
ഇപ്പോൾ വളരെ ഷോർട്ട് ടേം ആയിട്ട് സെല് ചെയ്യുക. ലെറ്റ്സ് സേ 2024 സെല് ചെയ്ത പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയത് മേ ബി 2019 ഇൻഡെക്സേഷൻ കോസ്റ്റ് വെച്ച് ഇപ്പോൾ ഈ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി കൂടുതലായിരിക്കും. കാരണം സെൽ ഓഫ് ടൈം ഹാർഡ്ലി ഫ്യൂ ഇയേഴ്സ് ആണ്. സോ ലോങ്ങർ യു ഹോൾഡ് you would be liable for lesser taxation. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടുതലും ബെനിഫിഷ്യൽ ആവുന്നത് നമ്മൾ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുമ്പോഴാണ്. ഒരു പ്രോപ്പർട്ടി സെൽ ഓഫ് ചെയ്തത് നമ്മളൊരു ലാൻഡിൽ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് റെസിഡൻഷ്യൽ ടാക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിലാണ്. സോ മാക്സിമം 10 crore ഇൻവെസ്റ്റ്മെന്റ് വരെയാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പ് ഉള്ളത്. സോ 10 crore വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ഗെയിൻ വന്നോ ആ ഗെയിൻ നമ്മൾ യൂസ് ചെയ്താൽ മതി ബേസിക് ആയിട്ട്. ഇപ്പം 1 crore പ്രോപ്പർട്ടി 1.5 നിങ്ങൾ സെല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ 1.5 ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട്. അപ്പോൾ 1.5 അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ അതിൽ വന്നിരിക്കുന്ന 50 lakh പ്രോഫിറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി പ്ലോട്ട് മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്ലോട്ടിലാണെങ്കിൽ അവിടെ വിത്തിൻ 3 years നമ്മളൊരു റെസിഡൻഷ്യൽ സ്പേസ് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. സോ നമ്മൾ പ്ലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 3 yearsനുള്ളിൽ നമ്മളൊരു റെസിഡൻഷ്യൽ ഒരു വീട് ആ പ്ലോട്ടിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ. സോ അപ്പോഴേ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്യാൻ പറ്റും. വന്ന എമൗണ്ട് ഫുൾ ലാൻഡ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ബെനിഫിറ്റ് കിട്ടില്ല. ഈവൻ ഫോർ കൊമേഴ്ഷ്യൽ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമില്ല ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഒരു വൺ ഓഫ് ദി ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഗവൺമെന്റ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പൊ NHAIയുടെ ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്, നമ്മുടെ RECയുടെ ഗവൺമെന്റ് ബോണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും കോർപ്പറേറ്റ് ബോണ്ട്സ് ഉണ്ട് ബേസിക്കലി. ആ ബോണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വിത്തിൻ 6 months ഓഫ് സെയിൽ ഓഫ് ദ പ്രോപ്പർട്ടി ആയിരിക്കണം. ആൻഡ് ഇതിൽ നമുക്കൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് ഓഫ് മിനിമം 5 years. ഈ 5 yearsൽ ഈ എമൗണ്ട് ഇതിനുള്ളിൽ ലോക്ക് ഇൻ ആയിരിക്കും. യു വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് അറൌണ്ട് 5.75% ഓൺ ദിസ് എമൗണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് കിട്ടും. ഇതിൽ ആക്ച്വലി ഒരു ക്യാപ്പും ഉണ്ട്. നമുക്ക് 50 lakhs വരെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 50 lakh വരെയുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് യു വിൽ ജനറേറ്റ് ഇൻട്രസ്റ്റ് ഓൾസോ ഓവർ ഇറ്റ്. അതല്ലാതെ ബാങ്ക്സിനടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് സ്കീംസ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ 6 months ബിഫോർ 6 months ഓഫ് സെയിലിൽ നമുക്ക് ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ടിൽ നമുക്ക് ഈ സ്കീം ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ ഇതേ ക്യാപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൽ നമുക്ക് അറൌണ്ട് 3 years ക്യാപ്പാണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കമ്പയർഡ് ടു ബോണ്ട്സ്. പക്ഷേ ഇതും ബെനിഫിഷ്യൽ ആണ് ടു സേവ് ദ ടാക്സ്. സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടച്ചേ പറ്റുള്ളൂ ഡ്യൂറിംഗ് ഫൈൽ. Being an expert in residential space, if you have any capital gain plans in your mind, or like if there is any capital gain placement to happen, you can reach out to this number. We can really help you out because there are big, great investment opportunity in this cap line. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് വെറുതെ പോയി ഒരു റെഡി ടു മൂവ് ഇൻ ഡെസ്പറേറ്റ് ആയിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി അത് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഇനിയുള്ളൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ വളരെയധികം ക്യാപ്പ് ചെയ്യും അങ്ങനെ. സോ തിങ്ക് ചെയ്ത് നല്ല പ്രോജക്ട്സിൽ നല്ല ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫർദർ പ്ലാൻ നിങ്ങൾ ടേക്ക്.